അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറളില്ലാഹി മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൻ്റെ 25 നോമ്പുകൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 26-ാം നോമ്പാണ്. ഇന്നത്തെ സൂര്യാസ്തമയത്തോടു കൂടി റമദാനിൽ 27 രാവ് കടന്നു വരികയാണ്. പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട രാവാണ്. ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെയും സഹാബത്തിൻ്റെയും അഭിപ്രായം അനുസരിച്ച് റമദാൻ 27 രാവിനാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്നാണ്. അന്നാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവ്. അതുകൊണ്ട് അന്നത്തെ രാത്രിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പൂർവ്വ പ്രവാചകന്മാർക്ക് പോലും വേദഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുക്കാൻ അള്ളാഹു ഈ പരിശുദ്ധ റമദാനിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിലും ഈ ഖുർആൻ ഇറങ്ങിയ ഈ രാവിന് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ കേട്ടോ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. അഥവാ ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ അള്ളാഹു ഒരു രാവ് കൊണ്ട് നൽകുന്ന ഒരു വിശ്വാസിക്ക് എല്ലാം സ്വീകരിച്ച് പാപമോചനം നൽകി നരകമോചനവും സ്വർഗപ്രവേശനവും കൊടുത്ത് അള്ളാഹുവിനെ കാണാനുള്ള അവസരം ഒരുക്കുന്ന സുവർണ രാത്രിയാണ് ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവ്. അതുകൊണ്ട് ഈ രാത്രിയെ നമ്മൾ സജീവമാക്കണം. 2 റക്അത്തെങ്കിലും നമുക്ക് ആ രാത്രിയിൽ കൂടുതൽ നിസ്കരിക്കാൻ കഴിയണം. കുറച്ചെങ്കിലും ഖുർആൻ ഓതാൻ കഴിയണം. കുറേയേറെ സ്വതക്ക ചെയ്യാൻ കഴിയണം. ദിക്റുകളും സലാത്തുകളും പ്രാർത്ഥനകളുമായി മുഴുകണം. റബ്ബിനോട് നമ്മൾ പാപമോചനത്തിനെയും മാപ്പിനെയും ചോദിക്കണം. അന്നത്തെ രാത്രി എന്നാണെന്നറിഞ്ഞാൽ നബിയെ ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോൾ അള്ളാഹു റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ്. അവിടെയും പടച്ചവനെ നീ മാപ്പാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ മാപ്പ് തരണേ എന്നാണ്. അപ്പോൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക, മറ്റുള്ളവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക, പൊരുത്തപ്പിടിക്കുക, എന്നിട്ട് നാം കാത്തിരിക്കുക ഈ രാത്രിയെ. അന്ന് മാലാഖമാർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഓരോ വീടുകളിലും സത്യവിശ്വാസികളെ സന്ദർശിക്കാൻ വരും, പള്ളികളിൽ വരും, ഓരോരുത്തരെയും കൈപിടിക്കും, മുസാഫഹത്ത് ചെയ്യും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുസാഫഹത്തിൻ്റെ അടയാളമായി അവൻ്റെ കണ്ണുകൾ സജലമാവുകയും ശരീരം രോമാഞ്ചകുതം ആവുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകൻ്റെ അധ്യാപനത്തിൽ നിന്നും അങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ഈ സൗഭാഗ്യം കിട്ടാത്ത 4 കൂട്ടരുണ്ട് കേട്ടോ. 1 ലഹരിയിൽ മുഴുകിയവൻ, 2 മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ, വിഷമിപ്പിച്ചവൻ, 3 കുടുംബബന്ധം മുറിച്ചു കഴിയുന്നവൻ, 4 പിണങ്ങി ജീവിക്കുന്നവർ. സുഹൃത്തുക്കളെ, അവർക്കൊന്നും ഈ നന്മ കിട്ടുകയില്ല, ഈ സൗഭാഗ്യം കിട്ടുകയില്ല, ഈ സമ്മാനം കിട്ടുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിജയിക്കണം നാളെ. ഇവിടെ പലരും മത്സരിച്ച് തോക്കുകയും ജയിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന മഹ്ശറ വൻസഭയുണ്ട്. ഗ്രാമസഭയോ അല്ലെങ്കിൽ ലോക്സഭയോ രാജ്യസഭയോ അല്ല, മഹ്ശറ വൻസഭയിൽ നമുക്ക് ജയിക്കണം. എങ്കിൽ നമ്മൾ മാപ്പ് കൊടുത്തേ മതിയാവൂ, ക്ഷമിക്കണം, ക്ഷമയോട് ചോദിച്ചേ മതിയാവൂ. വോട്ട് ചോദിക്കുന്നത് പോലെ അതൊക്കെ ചോദിച്ച് ക്ഷമാപണം നടത്തി മാതാവിൻ്റെ കാൽച്ചൂട്ടിരിക്കുന്ന സ്വർഗം വാങ്ങി പിതാവാകുന്ന സ്വർഗത്തിലുള്ള കവാടത്തിലൂടെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലേക്ക് കടന്നു വരൂ. നാഥനായ റബ്ബ് തരുന്ന സമ്മാനം ഏറ്റുവാങ്ങൂ. ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ എൻ്റെ പിതാവിനും മാതാവിനും വേണ്ടി